ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ 3 തരത്തിലുള്ള ഉത്തരങ്ങളാണ് കണ്ടെത്താൻ പോകുന്നത്. അതായത് ആദ്യത്തെ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി, 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെയും 50 വരെയുള്ള ഒറ്റ സംഖ്യകളുടെയും ശരാശരി എത്ര എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ തുടർച്ചയായ ഒരേ വ്യത്യാസം വരുന്ന സംഖ്യകളുടെ ശരാശരി ആണെങ്കിൽ, അത്തരത്തിലുള്ള ചോദ്യമാണെങ്കിൽ മാത്രം അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ ഒരു മാർഗമാണ്. അതായത് ശരാശരി എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യ, ആദ്യത്തെ ഇരട്ട സംഖ്യ, ആദ്യത്തെ ഒറ്റ സംഖ്യ, അല്ലെങ്കിൽ 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യകൾ, 4ന്റെ ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യകൾ, ഇതിൻ്റെയൊക്കെ ശരാശരി ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം, ഒന്നാമത്തെ ചോദ്യം ആയതുകൊണ്ട് ഞാൻ ഇവിടെ 1 ഇടുന്നുണ്ട്, അല്ലാണ്ട് 1 ഈക്വൽ ടു എന്നല്ല മീൻ ചെയ്തത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആദ്യത്തെ എണ്ണൽ സംഖ്യ എത്രയാണ്? 1 ആണല്ലോ. 50 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവസാനത്തത് 50 ആയിരിക്കും. ബൈ 2 എടുക്കുക. 51 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50ന്റെ പകുതി 25ആണ്, 1ന്റെ പകുതി അരയാണ്, അതായത് 25.5 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ആദ്യത്തെ 50 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒറ്റ സംഖ്യ എത്രയാണ്? 1 ആണ്. 50 വരെയുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ അവസാനത്തെ ഒറ്റ സംഖ്യ എത്രയായിരിക്കും? 49 ആയിരിക്കും. കാരണം 50 ഇരട്ട സംഖ്യയാണ്. 49 ആയിരിക്കും 50 വരെയുള്ള അവസാനത്തെ ഒറ്റ സംഖ്യ. അതിന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 കൂട്ടണം 49, 50ആണ്. 50/2 എന്ന് പറയുമ്പോൾ 25 ആണ് ഒറ്റ സംഖ്യകളുടെ ശരാശരി കിട്ടുക. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇരട്ട സംഖ്യകളുടെ, അതായത് മൂന്നാമത്തെ ചോദ്യത്തിൽ വരുന്നത് ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യ എത്രയാണ്? 2 ആണല്ലോ അല്ലേ. അവസാനത്തെ ഇരട്ട സംഖ്യ 50 വരെയുള്ള അവസാനത്തെ ഇരട്ട സംഖ്യ വരുന്നത് 50 ആണ്. അപ്പോൾ 50 + 2/2, 52/2 എന്ന് പറയുമ്പോൾ 26 ആണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരിക. അങ്ങനെയാണെങ്കിൽ ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് 60 വരെയുള്ള 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യകളുടെ ശരാശരി എത്ര എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക.